ഞാൻ എത്ര കുറേ നേരം അകത്ത് നിന്ന്, പിന്നെ ഈ താങ്കളാന്ന് പറഞ്ഞപ്പോൾ താങ്കളുടെ പുറകെ അവിടെ കുറേ നേരം നിന്ന്, പിന്നെ താങ്കൾ അങ്ങോട്ട് പോയി, പിന്നെ 5 മിനിറ്റ് കൊണ്ട് ഞാൻ 10-15 മിനിറ്റ് ഇപ്പോൾ അവിടെ വന്നപ്പോൾ അവിടെ വാലാട്ടി കുറേ നേരം നിന്ന്. അതിനുശേഷം ഇങ്ങനെ എല്ലാ കാര്യത്തിനും ഡിലേ ആണ് നിങ്ങളുടെ അടുത്ത് വന്നാൽ. വണ്ടി കിട്ടാണ്ടില്ലേ, സർവീസിന് എടുക്കാണ്ടില്ലേ, ടിക്കറ്റ് റേസ് ചെയ്യാണ്ടില്ലേ, ടിക്കറ്റ് റേസ് ചെയ്തിട്ട് വണ്ടി കംപ്ലൈൻറ്റ് ചെക്ക് ചെയ്യാണ്ടില്ലേ. 4 മണിക്കൂറിലെടുക്കും ഒരു ബാറ്ററി വേക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ മാക്സിമം 3 അല്ലെങ്കിൽ 4 വണ്ടിയെ നമുക്ക് ഒരു ദിവസം ബാറ്ററി ബൂസ്റ്റ് ചെയ്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ അതായത് ഇന്നലത്തെ 3 വണ്ടി ഞാൻ കയറ്റി, ഇന്നത്തെ 2 വണ്ടി ഞാൻ കയറ്റി, ഇനി ഒരു വണ്ടിയും കൂടെ ലിസ്റ്റിലുണ്ട്. അത് മീൻസ് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് കഴിഞ്ഞിട്ട് അതും കൂടെ കയറ്റും. അങ്ങനെ ഞാൻ അടുത്ത മീൻസ് വെള്ളിയാഴ്ച വരെയുള്ള വണ്ടി ഞാൻ അസൈൻ ചെയ്തിട്ടുണ്ട്. ആ ഡീറ്റെയിൽ ഞാൻ വേണം ചേട്ടനെ കാണിച്ചു തരാം. വെള്ളിയാഴ്ച കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്ലോട്ടിൽ ഞാൻ ചേട്ടൻ്റെ വണ്ടി എടുത്തോളാം. ചേട്ടൻ ശനിയാഴ്ച ഈ വരുന്ന വെള്ളിയാഴ്ച സ്ലോട്ട് അസൈൻ ചെയ്യണത് ശനിയാഴ്ച അതായത് തിങ്കളാഴ്ചക്കുള്ളിൽ ഞാൻ വണ്ടി എടുക്കാം. അതായത് ഇന്ന് സാറ്റർഡേ അടുത്ത മൺഡേ അല്ല, അതിനുശേഷമുള്ള മൺഡേ. അതെ, അതിനുശേഷം ഇതെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ വോയിസും എല്ലാം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ മൺഡേ വരും. വേറൊരു വർത്താനം എന്നോട് പറയാൻ നിൽക്കരുത്. നിങ്ങൾ മാറിയെന്നും പറയാൻ നിൽക്കരുത്. ആള് മാറി, ആള് പോയി എന്ന് പറയാൻ നിൽക്കരുത്. അപ്പൊ ആള് മാറിയാൽ എന്ത് ചെയ്യണ്ട? ഇത് ആദ്യം അത് അക്ഷയായിരുന്നു, പിന്നെ വിഷ്ണുവായി, ഇപ്പം താങ്കളായി. ഞാനും വിഷ്ണു എന്തായാലും ഇവിടെ ഉണ്ടാവും. വിഷ്ണുവിനെ കാണാൻ വേണ്ടി ഞാൻ 4 പ്രാവശ്യം വന്നു, അവനെ കണ്ടിട്ടില്ല. അക്ഷയുടെ അമ്മക്ക് പാടില്ല എന്നും പറഞ്ഞ് എവിടെയോടെ അക്ഷയുടെ വണ്ടി കൊടുത്തു. അക്ഷയ അമ്മക്ക് പാടില്ല എന്ന് പറഞ്ഞിട്ട് അത് ഒരു കേസ്. അപ്പോൾ അതൊക്കെ വിട്ടു. പിന്നെ വിഷ്ണുവിനെ പറയായിട്ട് 2 ആഴ്ചയായിട്ട് ഞാൻ 4 പ്രാവശ്യമായിട്ട് വന്നതാണ്. അതുകൊണ്ട് വിഷ്ണുവിനെ കണ്ടില്ല. അപ്പോൾ താങ്കളോട് ആദ്യം തൊട്ട് ഞാൻ കഥ മൊത്തം പറയണേ. വിഷ്ണുവിനോടും അക്ഷയനോടും കഥ മൊത്തം പറഞ്ഞിട്ടിരിക്കുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ താങ്കളോട് കഥ മൊത്തം പറഞ്ഞേക്കണേ. നിങ്ങൾ വാഗൊണ്ട് പറയാൻ പറഞ്ഞിട്ട് കുറേ നാളായി. ചേട്ടൻ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്കറിയാം, എനിക്ക് എല്ലാവരും ആദ്യമായിട്ടാണ് കാണുന്നത്. അക്ഷയനെ ആദ്യമായിട്ടാണ് കാണുന്നത്, വിഷ്ണുവിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇപ്പൊ സ്റ്റാഫ് എല്ലാം തമിഴ്നാട്ടിൽ നിന്നുള്ളവരാ, എല്ലാവരും ആദ്യമായിട്ടാണ് കാണുന്നത്. തിങ്കളാഴ്ച ഞാൻ വണ്ടി നോട്ട് ചെയ്ത് വെക്കാം. തിങ്കളാഴ്ചക്കുള്ളിൽ വണ്ടി എടുക്കാം. മാക്സിമം തിങ്കളാഴ്ച. ചേട്ടൻ തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച. തിങ്കൾ 100% ഉറപ്പായ തിങ്കളാഴ്ച. ശനിയാഴ്ച പറഞ്ഞു എന്നോട്, അണ്ട് പിന്നെ തിങ്കളാഴ്ച ഇപ്പൊ അല്ലെങ്കിൽ ചൊവ്വാഴ്ച എന്നായി. ചൊവ്വാഴ്ച വന്നു നോക്കും. 1 കൊല്ലത്തോളം ഇരിക്കുമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുമ്പോൾ അല്ലേ, വണ്ടി ഇവിടെ 1 കൊല്ലത്തോളം ഇരിക്കുമെന്നാണ് നിങ്ങളിപ്പോൾ നോർമലി ഉള്ളൊരു ഇതായിട്ട് വണ്ടി 1 കൊല്ലത്തോളം ഇവിടെ ഇരിക്കുമെന്നാണ് സിറ്റുവേഷൻ അല്ലേ ചേട്ടാ? ഇപ്പം അതായത് ഇത്രയും ബാറ്ററികൾ വരണം ഇവിടെ കിടക്കുന്ന മീൻസ് കുറച്ച് നമ്മളിപ്പോൾ ഏകദേശം ഒരു 50 വണ്ടിയോളം ഞങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. അതിലൊരു 20+ വണ്ടിയിലും ബാറ്ററിയാണ്. അതിൻ്റെ പ്രൂഫെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മീൻസ് ചില കേസിൽ അവർ പറയും ബാറ്ററി നമ്മുടെ ഫ്യൂച്ചർ ഫാക്ടറിയിലോട്ട് അയക്കണം, അതായത് പ്ലാനിലോട്ട് അയക്കണം, എന്നിട്ട് അവിടുന്ന് റിപ്പയർ ചെയ്തിട്ട് തിരിച്ചു വരും. അതിൻ്റെ ഡിലേ ഇല്ല എന്നുണ്ടെങ്കിൽ പുതിയ ബാറ്ററി വരും, അതിൻ്റെ ഡിലേ.